അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 15-ാം യൂണിറ്റിലെ മൂന്നാമത്തെ ടെക്സ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. ബഅദുൽ മുസ്തലഹാത്തിൽ അസാസിയ അല്ലത്തി യജിബു അൻ നഅരിഫഹ. നമ്മൾ അറിയൽ അനിവാര്യമായിട്ടുള്ള ചില കീ ടേംസ് ആണ് ഈ ഒരു പാഠഭാഗത്തിൽ കൊടുക്കുന്നത്. ആദ്യമായി പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് കേൾക്കുന്നതായിട്ടുള്ള, ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില കീ ടേംസ്, അതിനെ നമ്മൾ മനസ്സിലാക്കൽ അനിവാര്യമാണ്. താഴെ കൊടുക്കുന്ന പാസേജിൽ നമ്മൾ അതിനെക്കുറിച്ച് ചെറിയ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. മുസ്തലഹാത്തുൽ അസാസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ടേംസ് എന്നർത്ഥം വരും. അതേപോലെ തന്നെ മഫാഹിം എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ്, മുബസത്ത എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള രീതിയിൽ നിന്നാണ് അർത്ഥം വരുന്നത്. അടുത്തത് ആദ്യമായിട്ട് വരുന്നത് അത്തഹക്കുമു ഫിൽ വസൂൽ അഥവാ അസസ് കൺട്രോൾ എന്ന് പറയും. അസസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യത്തെ കാണാൻ, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കാര്യത്തെ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യാനുള്ള നമുക്ക് കഴിവുണ്ടാവുക. ആ കഴിവുണ്ടാവാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ അസസ് കൺട്രോൾ എന്ന് പറയുന്നത്. സാധാരണയായിട്ടും ഇത് നമ്മൾ ഫിസിക്കൽ ബേസ്ഡ് കൺട്രോൾസുകളോ അല്ലെങ്കിൽ സിസ്റ്റം ബേസ്ഡ് കൺട്രോളുകൾ, അത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചാണ് ചെയ്യാറുള്ളത്. രണ്ടാമതായിട്ടുള്ളതാണ് അൽ മുസാദഖ. ഈ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അയാളുടെ ഐഡൻറ്റിറ്റി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ അതിനെ കൺഫേം ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ATM ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഇട്ടാണ്ട് നമ്മളെന്ത് ചെയ്യും, പിന്നടിക്കാറുണ്ട്. അത് അപ്പോൾ നമ്മുടെ ആ ഒരു ഐഡൻറ്റിറ്റിയാണ്, ഞാൻ ഈ ഒരു അക്കൗണ്ടിൻ്റെ ഓണറാണ് എന്ന് പറയലാണ്. അപ്പോൾ അവിടെ ഒരു ഓതൻറ്റിക്കേഷൻ നടക്കുന്നുണ്ട്. അത്തരത്തിൽ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ റേഷൻ കടയിൽ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ തമ്പ് വെക്കാറുണ്ട്. ആ ഒരു മെഷീനിൽ നമ്മൾ തമ്പ് വെക്കാറുണ്ട്, നമ്മുടെ തള്ളവിരൽ വെക്കാറുണ്ട്. അതൊരു ഓതൻറ്റിക്കേഷനാണ്. ഈ ഓതൻറ്റിക്കേഷൻ പ്രധാനമായിട്ടും ഒന്നുകിൽ നമുക്ക് അറിയുന്ന ഏതെങ്കിലും കാര്യം വെച്ചിട്ടായിരിക്കും. ഉദാഹരണത്തിൽ നമ്മൾ ചില സമയത്തൊക്കെ പാസ്പോർട്ടിനൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ വെക്കാറുണ്ട്. അഥവാ നമ്മളെന്തെങ്കിലും പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പാസ്വേഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വെക്കാൻ കഴിയും. നമ്മുടെ അമ്മയുടെ പേരെന്താണ്, അങ്ങനെ ഒരു രീതിയിൽ. അല്ലെങ്കിൽ നമുക്കെന്താണ് ഉള്ളൊരു കാര്യം, ഏതുപോലെ നമ്മുടെ അടയാളം വെക്കാറുണ്ടല്ലോ, നമ്മുടെ കയ്യിൻ്റെ പിന്നിൽ ഒരു കാക്കാപുള്ളി എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ അടയാളം വെക്കാറുണ്ടല്ലോ, അത്തരത്തിലുള്ള അടയാളങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ ആയിരുന്ന ഏതെങ്കിലും ഒരു കാര്യം, അത്തരത്തിലുള്ള അടയാളങ്ങൾ വെച്ചാണ് ഈ ഒരു ഓതൻറ്റിഫിക്കേഷൻ നടത്താറുള്ളത്. ഇനി ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ഓതൻറ്റിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരാളുടെ ഐഡൻറ്റിറ്റി ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബയോമെട്രിക്സ് ഉപയോഗിക്കുന്നതിനാണ് ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ റേഷൻ കടയിലൊക്കെ നടക്കുന്നത് ഈ ബയോമെട്രിക് ഓതൻറ്റിക്കേഷനാണ് ശരിക്കും നടക്കുന്നത്. ഇവിടെ ആദ്യത്തെ അത്തഹക്കുമു ഫിൽ ഉസൂൽ, അവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ നോക്കുകയാണെങ്കിൽ, തഅദീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അർള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക, വ്യൂ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അദാത്ത് തഹക്കും എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാനുള്ള ടൂളുകൾ. മദിയ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ. കായ്മത്തിനാൽ നിദാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ബേസ്ഡ് എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ ഇവിടെ മുസാദഖയിൽ അർത്ഥം വരുന്നത് അമലിയത്ത് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിനാണ് പറയുക. തഅക്കീദുൽ ഹുവിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ഓതൻറ്റിഫിക്കേഷനാണ്. ഹുവിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റിക്കാണ് പറയാറുള്ളത്. അതേപോലെ തന്നെ ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ അറബിയിൽ പറയാറുള്ളത് അൽ മുസാദഖത്തുൽ ബയോമെട്രിയ എന്നുള്ളതാണ്. അതുപോലെ കിയാസാത്തുൻ ഹൈവിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോമെട്രിക്സ് എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കിയാസാത്തുൻ ഹൈവിയ അഥവാ ബയോമെട്രിക്സുകൾ. ഈ ബയോമെട്രിക്സ് എന്ന് പറയുന്നത് മനുഷ്യരെ, അല്ലെങ്കിൽ നമ്മുടെ ആളുകളൊക്കെ എന്ത് ചെയ്യുക, അവരുടെ ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ബിഹേവിയറൽ ആയിട്ടുള്ള അടയാളങ്ങൾ വെച്ചുകൊണ്ട് അവരെ വേർതിരിക്കുക എന്നുള്ളതാണ്. ഏതുപോലെ ഫിംഗർ പ്രിൻറ്റുകൾ പോലെ, അല്ലെങ്കിൽ ഫേഷ്യൽ ജിയോമെട്രി പോലെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മനുഷ്യന്മാരെന്ത് ചെയ്യുക, വേർതിരിക്കുക. അടയാളങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ ഫിംഗർ പ്രിൻ്റൊക്കെ വെച്ചാണ് നമ്മളെന്ത് ചെയ്യുക, ആളെ മനസ്സിലാക്കുക എന്ന് പറയില്ലേ, അതാണ് ബയോമെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ സമാത്തുൽ ജസദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള അടയാളങ്ങൾ. അതേപോലെ തന്നെ സുലൂക്കിയ എന്ന് പറഞ്ഞാൽ ബിഹേവിയർ ആയിട്ടുള്ള അടയാളങ്ങൾ. സിമാത്തുൽ അസ്വാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻ്റ് എന്നും, അതേപോലെ തന്നെ ഹന്തസത്തുൽ വജ്ഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേഷ്യൽ ജിയോമെട്രിക് എന്നാണ് അർത്ഥം വരുന്നത്. അടുത്തതായിട്ടുള്ളതാണ് അത്തഫീദ്. അത്തഫീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓതറൈസേഷൻ എന്നാണ് അർത്ഥം. ഓതറൈസേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അനുവാദം നൽകുക എന്നാണ് അർത്ഥം വരുന്നത്. നമ്മൾ ഈ ഒരു ഐഡൻറ്റിറ്റി, അതേപോലെ തന്നെ ഓതൻറ്റിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരാളെ വേർതിരിക്കലാണ്. അഥവാ ഒരാൾ ആരാണ് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഓതൻറ്റിക്കേഷൻ ചെയ്യാറുള്ളത്. പക്ഷേ ഓതറൈസേഷൻ ചെയ്യാറുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പെർമിറ്റ് ഉണ്ട്, അനുവാദമുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. മൻഹുൽ ഇദ്ൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിഷൻ നൽകുക.
അതേപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് അന്നസ്ഖത്തുൽ എഹ്തിയാത്തിയ അഥവാ ബാക്കപ്പ് എന്ന് പറയും. ബാക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആപ്ലിക്കേഷൻസിൻ്റെയൊക്കെ ഫയലുകൾ അല്ലെങ്കിൽ മറ്റ് ഫയലുകളൊക്കെ കോപ്പി ചെയ്ത് വെക്കുന്നതിനാണ് ബാക്കപ്പ് എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ ഡാറ്റകളൊക്കെ നഷ്ടപ്പെടാതിരിക്കാനും അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ, സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡാറ്റകളൊന്നും നഷ്ടപ്പെടാതിരിക്കാനും അതിനൊക്കെ റിക്കവർ ചെയ്യാനും അവരെ തിരിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് ബാക്കപ്പ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇവിടെ പ്രധാനമായിട്ടുള്ള വാക്കുകൾ നോക്കാം. നുസ്ഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. മൽഫാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലുകൾ എന്നാണ് അർത്ഥം വരുന്നത്. തത്ബീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പുകൾ എന്നാണ് അർത്ഥം വരുന്നത്. ഫുഖദാനുൽ ബയാനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ നഷ്ടപ്പെടുക. അതേപോലെ തന്നെ ഇസ്തിർദാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യുക. ഫഷലുൻ നിളാം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഫെയിലിയർ ആവുക. അടുത്തതായിട്ടുള്ളത് നിളാം ബാർകോഡ്. നിളാം ബാർകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർകോഡ് സിസ്റ്റം എന്നാണ് വരുന്നത്. ബാർകോഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ്വെയറിൻ്റെയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെയോ ഒക്കെ നെറ്റ്വർക്കാണ് ഈ ബാർകോഡ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും മൊബൈലുകളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, പ്രിൻ്റർ, അതേപോലെ തന്നെ ഹാൻഡ് ഹെൽഡ് സ്കാനറുകൾ, ഇൻഫ്രാസ്ട്രക്ചറുകൾ, അതേപോലെ തന്നെ സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയറുകൾ, ഇവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ബാർകോഡ് ഉണ്ടാവുക. ഈ ബാർകോഡ് സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ കഴിയും. നമ്മൾ ആ ഒരു ബാർകോഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെന്താണ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? അതിൽ നിന്ന് എടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൈകൊണ്ട് നമ്മൾ ഡാറ്റകൾ എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ കൈകൊണ്ട് എഴുതി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് സമയവും ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാർകോഡ് ആകുമ്പോൾ അതിന് ചിലവും ഇല്ല, അതേപോലെ തന്നെ അത് കോസ്റ്റ് എഫക്റ്റീവാണ്, അതേപോലെ തന്നെ അതിന് സമയം കുറച്ച് മതിയാവുന്നതാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മളുടെ കാര്യങ്ങളൊക്കെ, നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ ഒരു എഴുതാറായിരുന്നു. അപ്പോൾ ഇന്നെന്താണ്, അതിനൊരു ബാർകോഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷകൾ, ഡിഗ്രി എക്സാമൊക്കെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എക്സാമൊക്കെ എഴുതിയവർക്ക് അറിയാം, പരീക്ഷകൾക്കൊക്കെ ബാർകോഡാണ് ഉണ്ടാവുക. നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും എഴുതൂല, ബാർകോഡ് ഒട്ടിക്കലാണ്. ആ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കിട്ടും. അത്തരത്തിലുള്ളതാണ്. ഇവിടെ പ്രധാനപ്പെട്ട ലഫ്ലുകൾ നമുക്ക് നോക്കാം. അജ്ഹീസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയറുകൾ, ബറാമിജ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറുകൾ, അജ്ഹീസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾസ്, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ തന്നെ, അതേപോലെ തന്നെ അൽ മഹ്മൂല അഥവാ അൽ കമ്പ്യൂട്ടർ മഹ്മൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ കമ്പ്യൂട്ടറുകൾ, തോബിയാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻ്ററുകൾ, മാസിഹാത്തുൽ ലൗഇയാത്തുൽ മഹ്മൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ഹെൽഡായിട്ട് നമ്മൾ കൊണ്ടു നടക്കാൻ പറ്റുന്ന സ്കാനറുകൾ, അതേപോലെ തന്നെ ബിനിയത്ത് തഹ്തിയ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ, ബറായിമിജു ദായിമ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ, അതേപോലെ തന്നെ ജംഉൽ ബയാനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ കളക്ട് ചെയ്യുക, തെസ്ജീൽ യദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക, തക്ലിഫത്ത് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വില, ചെലവ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് റംസുൽ ഇസ്തിജാബത്തി സരിയ അഥവാ QR കോഡുകളാണ്. QR കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനുകൾക്ക് വായിക്കാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ഒരു കോഡാണ് ഈ QR കോഡ് എന്ന് പറയുന്നത്. ഈ QR കോഡിൽ വെളുത്ത നിറത്തിലും കറുത്ത നിറത്തിലുള്ള ഒരുപാട് സ്ക്വയറുകൾ ഉണ്ടാകും. സാധാരണയിൽ ഇത് URLകൾ അല്ലെങ്കിൽ മറ്റ് ഇൻഫർമേഷനുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് QR കോഡ് ഉപയോഗിക്കാറുള്ളത്. ഈ QR കോഡുകളെ നമ്മുടെ മൊബൈൽ ഫോണുകൾക്കും ക്യാമറകൾക്കൊക്കെ വായിക്കാനും കഴിയും. ആലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനുകൾ, മുറബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയറുകൾ, ചതുരങ്ങൾ, അതേപോലെ തന്നെ തഹ്സീനുൽ അനാവീൻ എന്ന് പറഞ്ഞാൽ അഡ്രസ്സ്, URL അഡ്രസ്സാണ്. അനാവീൻ എന്ന് പറഞ്ഞാൽ അഡ്രസ്സുകളാണ്. അതേപോലെ തന്നെ ക്യാമറ എന്ന് പറഞ്ഞാൽ ക്യാമറ, ഹാത്തിഫുൻ ലക്കി എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോണുകൾ. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് നിദാമു ഇസ്മുൽ മജാൽ അഥവാ ഡൊമൈൻ നെയിം സിസ്റ്റം, DNS എന്ന് പറയും. ഈ DNS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ സർവീസുകളുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സുകൾ, മറ്റേതെങ്കിലും ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സോഴ്സുകൾ, ആ സോഴ്സുകളുടെ സിസ്റ്റത്തിന് എന്ത് ചെയ്യുക, ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനൊക്കെ ഒരു പേരിടലാണ് ഈ DNS എന്ന് പറയുന്നത്. അത് ഒരു IP അഡ്രസ്സുമായിട്ട് എന്തായിരിക്കും, ഒരു IP അഡ്രസ്സ് അതിനുണ്ടാവുകയും ചെയ്യും. പിന്നീട് ഇവിടെ പ്രധാനപ്പെട്ട വാക്കുകൾ നോക്കുകയാണെങ്കിൽ മവാരിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സുകൾ എന്നാണ്, ഷബക്കത്ത് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ്, അതേപോലെ തന്നെ ഒൻവാൻ പ്രോട്ടോക്കോൾ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ് അഥവാ IP അഡ്രസ്സ് എന്നാണ് വരുന്നത്. അടുത്തതായിട്ടുള്ളത് തൗക്കിയൂർ റഖമി വ ഷഹാത്തുർ റഖമി. തൗക്കിയൂർ റഖമി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. അതേപോലെ തന്നെ ഷഹാദത്തു റഖമി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുമാണ്.
ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റിൽ ഡിജിറ്റലി സൈൻ ചെയ്യുന്നതിനാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുക. അതേപോലെ തന്നെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറിനോട് കൂടിയുള്ള ഡിജിറ്റൽ സൈനോട് കൂടിയുള്ള ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തൗക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ചെയ്യുക, വസീഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്, വസീഖത്തുൻ റഖമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഡോക്യുമെൻ്റ് ആണ്, ഷഹാദത്ത് സർട്ടിഫിക്കറ്റ് ആണ്. പിന്നീട് ഒന്ന് രണ്ട് കുറച്ചുകൂടെ കീ ടേംസ് നമുക്ക് നോക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതുകൂടെ പറയാം. ഇത് സംസാരിച്ച് കഴിഞ്ഞാൽ നീണ്ടു പോകും എന്നുള്ളത് കൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.